തികച്ചും പ്രകൃതിദത്തമായി സ്വന്തം ഫാക്ടറിയിൽ നിന്ന് തയ്യാർ ചെയ്യുന്ന വി ടേസ്റ്റി ഐസ്ക്രീം, ഐസ്, പാൽ, മോര്, നെയ് എന്നീ പ്രോഡക്റ്റുകൾ എത്തിക്കഴിഞ്ഞു. ഇനി വിശ്വസിച്ച് ഫാമിലിയോടൊപ്പം കുഞ്ഞുങ്ങളുമായി ശുദ്ധമായ ഐസ്ക്രീം വിവിധ ഫ്ലേവറുകളിൽ മതിയാവോളം കഴിക്കാം. VTS മിൽക്ക് പ്രൊഡക്ട്സ്, മഞ്ചേരി റോഡ്, പാണ്ടിക്കാട്. ജൽജീവൻ പദ്ധതിയുടെ പൈപ്പിടൽ റോഡിനെ ചെളിക്കുളമാക്കി. മേലാറ്റൂർ പഴയ ഷൈനി തിയേറ്റർ വലിയ പറമ്പ് റോഡാണ് പൂർണ്ണമായും ചെളിക്കുളമായത്. റോഡരികിൽ ചാൽ കീറി പൈപ്പിടുന്ന പണിയാണ് ഇപ്പോൾ നടക്കുന്നത്. കഴിഞ്ഞ ദിവസം കനത്ത മഴ പെയ്തതോടെ റോഡിലൂടെയുള്ള കാൽനട യാത്ര പോലും ദുഷ്കരമാണിപ്പോൾ. മേലാറ്റൂർ പഴയ ഷൈനി തിയേറ്ററിന് സമീപം വലിയ പറമ്പുമായി ബന്ധിപ്പിക്കുന്ന കിഴക്കേക്കര റോഡിലാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ജലജീവൻ മിഷന്റെ കുടിവെള്ള പൈപ്പ് സ്ഥാപിക്കുന്നതിന് വേണ്ടി റോഡിന്റെ പാർശ്വഭാഗത്തെ ചാൽ കീറിയത്. ഇതിനെ തുടർന്ന് ഇവിടെ മണ്ണ് കെട്ടിക്കിടക്കുകയും കഴിഞ്ഞ ദിവസങ്ങളിൽ മഴ ശക്തമാവുകയും ചെയ്തതോടെയാണ് ഇതുവഴിയുള്ള കാൽനടയാത്രയും വാഹനയാത്രയും ദുഷ്കരമായത്. വീതി കുറഞ്ഞ റോഡിലൂടെ ഒരു വാഹനത്തിന് കഷ്ടിച്ചാണ് കടന്നുപോകാൻ കഴിയുക. ഇതോടൊപ്പം ഈ ഭാഗങ്ങളിൽ ചാൽ കീറിയതോടെ യാത്ര ഏറെ ദുഷ്കരമായെന്ന് നാട്ടുകാർ പറഞ്ഞു. മേലാറ്റൂർ ഷൈനി തിയേറ്റർ കിഴക്കേക്കര റോഡാണിത്. 7ാം വാർഡിൽ കിടക്കുന്ന റോഡാണ്. ഇപ്പോൾ ഞങ്ങളിവിടെ ഒരു 400-500 വീട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു വഴിയും കൂടിയാണ്. അതേപോലെ തന്നെ മേലാറ്റൂർ സ്കൂളിലേക്ക് ഇതിലെ ചെറിയ കുട്ടികൾ വരുന്ന വഴിയാണ്. അപ്പോൾ ഈ രാവിലെ ഒരുപാട് കുട്ടികൾ വരുന്നുണ്ട്. അതേമാതിരി ജോലിക്ക് പോകേണ്ട ആൾക്കാർ ഈ ചളി ചവിട്ടിയിട്ട് വേണം സ്കൂളിലേക്ക് പോകാൻ. ഈ റോഡ് പൊളിച്ചിട്ടിട്ട് ഇപ്പോൾ ഒരു മാസം മുമ്പ് പണി തുടങ്ങിയതാണ്. ഇതുവരെ ഒന്നും ആയിട്ടില്ല. ഇപ്പോൾ ഇപ്പോൾ കുറേ ദിവസം എടുത്തു. അത് കഴിഞ്ഞ് രണ്ടാമതും തുടങ്ങി. ഇപ്പോൾ 2 ദിവസം കൊണ്ട് ഇപ്പോൾ വീണ്ടും ഈ മെയിൻ റോഡിലേക്ക് മുട്ടുന്ന ഭാഗത്ത് കൊടുന്നിട്ട് വീണ്ടും 2 ദിവസം ബ്ലോക്ക് ചെയ്തിട്ടും അവർ പണി തുടങ്ങി. പക്ഷേ ഇതിൽ ആർക്കും ഒരു ജോലിക്കും പോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതേപോലെ തന്നെ കുട്ടികൾക്ക് സ്കൂളിൽ പോകാന്ന് വെച്ചാൽ അവിടെ ചെന്നിട്ട് കുളിക്കേണ്ട പോലാണ്. അപ്പോൾ ഇതിന് എത്രയും പെട്ടെന്ന് ഒരു പ്രതിവിധി ഞങ്ങൾക്ക് കിട്ടണം. അല്ലാതെ ഇത് ഈ മേലാറ്റൂർ അങ്ങാടിയോട് അടുത്ത് കിടക്കേണ്ട സ്ഥലമാണ്. അപ്പോൾ ഈ പ്രശ്നം ഇവിടെ അവസാനിക്കണം. എന്താ വെച്ചാൽ ഓരോ പഞ്ചായത്തിലും ഇപ്പോൾ ഇതേപോലെ വർക്ക് എടുത്തിട്ടുണ്ട്. അവിടെയൊക്കെ അവർ അതിൻ്റെ ഒപ്പം തന്നെ കോൺക്രീറ്റും ചെയ്ത് വൃത്തിയാക്കി പോയിട്ടുണ്ട്. ഇത് മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണ്. പിന്നെ കൃഷി ഉണ്ടാക്കാൻ പറ്റിയ രൂപത്തിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഈ റോഡ് ഞങ്ങൾക്ക് വാസയോഗ്യമാക്കണം. ഞങ്ങൾക്ക് ഉപയോഗിക്കാം രൂപത്തിലാക്കി തരണം. അല്ലാതെ പിന്നെ ഇത് ആരെങ്കിലും വന്നൊരു JCB ഇതും വന്ന് പൊളിച്ചിടുക, അവിടെ പോവുക, ഓർക്ക് വേണ്ടുന്ന ഇഷ്ടം പോലെ കാണിക്കാനുള്ള ഒരു റോഡല്ലത്. അപ്പോൾ ഇത് എത്രയും പെട്ടെന്ന് ശരിയാക്കി തന്നില്ല വെച്ചാൽ ബാക്കി നടപടിയായിട്ട് ഞങ്ങൾ മുന്നോട്ട് പോകും. മഴ പെയ്തതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ റോഡിലാകെ ചെളി നിറഞ്ഞ അവസ്ഥയിലായിരുന്നു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെയുള്ളവർ കാൽനടയാത്രയെ സഞ്ചരിക്കുന്ന പാത കൂടിയാണിത്. ദ്രുതഗതിയിൽ തീർക്കേണ്ട ഇത്തരം പ്രവർത്തികൾ നീണ്ടുപോയതാണ് റോഡിന്റെ ദുരവസ്ഥയ്ക്ക് കാരണമെന്ന് നാട്ടുകാർ പറഞ്ഞു. അധികൃതരുടെ ഭാഗത്തുനിന്നും ഉടനടി ഇതിന് പരിഹാരം കാണണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, മേലാറ്റൂർ.